ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായ വാർത്തയിലേക്ക്. വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനം ഉണ്ടായത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായാണ് വിവരം. ഇത് സംബന്ധിച്ചുള്ള ആധികാരിക സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഇത് ആദ്യം ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. തൃശൂർ പൂരത്തിന് വേണ്ടിയുള്ള വെടിക്കെട്ട് നിർമ്മിക്കുന്നതാണോ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നത്. തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി നിർമ്മിക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ആളപായമുണ്ടായി എന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ആദ്യഘട്ടങ്ങളിൽ പുറത്തു വരുന്നു. എന്നോടൊപ്പം നവമി ദിനേശ് എന്നോടൊപ്പം ചേരുന്നു. നവമി, തമിഴ്നാട്ടിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നതിന്റെ തൊട്ടു പുറകിലാണ് കേരളത്തിലും സമാനമായൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ തരം മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? മനു, അല്പസമയം മുമ്പായിരുന്നു വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം സംഭവിച്ചത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. എന്തായാലും എല്ലാവരെയും അടുത്തുള്ള ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സമീപ പ്രദേശത്ത് ഈ വെടിക്കെട്ട് സ്ഫോടനം നടന്ന സമീപ പ്രദേശങ്ങളിലെല്ലാം വലിയ തീയും പുകയും നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച്. ഇതെങ്ങനെയാണ് ഇവിടെ വെടിക്കെട്ട് സ്ഫോടനം ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല. വരും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ കഴിയും. എന്തായാലും 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ പൂരമാണ്, നമുക്കറിയാം 2 ദിവസം കഴിഞ്ഞാൽ തൃശൂർ പൂരമാണ്. അതിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഇടത്താണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത്. പ്രദേശത്തൊക്കെ ആകെ തീയും പുകയും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആളുകളെ അവിടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ സ്ഫോടന സ്ഥലത്ത് മറ്റാളുകൾ ഉണ്ടോ എന്നതിനൊക്കെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീയും പുകയും, വലിയ രീതിയിലുള്ള തീയും പുകയും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സമീപ പ്രദേശത്ത്, ഈ പരിസര പ്രദേശത്തുണ്ടായിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും തന്നെ ഈ ശബ്ദം കേട്ട് ഓടിയെത്തി ആളുകളെ, അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ മാറ്റി പരിക്കേറ്റവരെ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മനു, നവമി, ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ആളപായം പരമാവധി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു എന്ന് വ്യക്തമാണ്. നാട്ടുകാരും ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഇതിൽ പൊള്ളലേറ്റിട്ടുണ്ടോ? അത് എത്ര ഗുരുതരമാണെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലാവരും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ സമീപപ്രദേശങ്ങളിൽ സ്വാഭാവികമായും ധാരാളം ആശുപത്രികളുണ്ട്, പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ 40ഓളം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സ്ഫോടനമായിരിക്കും അപ്പോൾ നടന്നിട്ടുണ്ടാവുക എന്നതിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളികളാണ്. ഇത് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് 40 തൊഴിലാളികൾക്കാണ് പൊള്ളലേറ്റത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്. 8 പേരുടെ നില ഗുരുതരമാണ്. അതിൽ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. 40ഓളം തൊഴിലാളികൾക്കാണ് ഇപ്പോൾ പൊള്ളലേറ്റത്. അങ്ങനെയാണെങ്കിൽ 40 തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. 3 പേർക്ക് ഗുരുതര പൊള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ നില അല്പം ഗുരുതരമാണ്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ്
പ്രവേശിപ്പിച്ചത്. നിരവധി തൊഴിലാളികൾക്കാണ് അവിടെ പൊള്ളലേറ്റിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായത്, സ്ഫോടനം ഉണ്ടായതെന്നാണ് പരിശോധിച്ചു വരികയാണ്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പൊള്ളലേറ്റവരെല്ലാം അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പൊള്ളലേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റ 40ഓളം പേരും തൊഴിലാളികളാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ സ്ഫോടനം നടന്ന ശാലയിൽ കൂടുതൽ ആളുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള ആശുപത്രികളിലും ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്കുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വലിയ ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂർ പൂരമാണ്. തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പടക്കങ്ങൾ, ഈ നിർമ്മാണം നടത്തുന്ന കേന്ദ്രത്തിൽ, ശാലയിൽ ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 40 തൊഴിലാളികളാണ് ഈ പരിക്കേറ്റതിൽ. 40ഓളം പേരും തൊഴിലാളികൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു സ്ഫോടനം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാകുന്നതുമാണ്. തൃശൂർ പൂരത്തിന്റെ ഒരു കാത്തിരിപ്പിലായിരുന്നു. തൃശൂർ പൂരത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ലോകം കാത്തിരിക്കുന്ന പൂരത്തിന് ഇനി 5-6 നാളുകൾ മാത്രമേ ഉള്ളൂ. പൂരത്തിന്റെ പ്രധാന പങ്കാളികളാണ് തിരുവമ്പാടി, അതുപോലെ പാറമേക്കാവ്. ഈ 2 വിഭാഗങ്ങൾ എത്ര വിപുലമായ രീതിയിൽ വെടിക്കെട്ട് നടത്തുമെന്നൊക്കെ കാണാനൊക്കെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ തിരുവമ്പാടി ക്ഷേത്രം, അതുപോലെ പാറമേക്കാവ് ക്ഷേത്രം അത്ര വൈകാരികമായ ബന്ധമുള്ള ഇടമാണ്. 2 ഇടങ്ങളിലും കൊടി ഏറിയിരിക്കുന്നു. അപ്പോൾ ഈ 2 ഇടങ്ങളിലും ഉത്സവത്തിൻ്റെ പ്രതീതി ആണ് പൂർണ്ണമായും ഉള്ളത്. ഇപ്പോൾ പൂരത്തിന് പങ്കാളികളായിട്ടുള്ള ഈ 8 ഘടക ക്ഷേത്രങ്ങളിലും ഒക്കെ കൂടി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ. അപ്പോൾ 26-ന് പൂരം നടക്കും. ആ പൂരം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് പൂരാവേശത്തിന് ഒരല്പം മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ആളുകൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ നവമി നൽകുന്ന വിവരമനുസരിച്ച് 40 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. 40 തൊഴിലാളികളിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അവരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. സമീപത്ത് അവിടെ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് എന്നത് ഒരല്പം ആശ്വാസം പകരുന്നു. ഇപ്പോൾ 8 പേരുടെ നില ഗുരുതരം എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ 8 പേരുടെ നില ഗുരുതരം എന്ന് പറയുമ്പോൾ അത് വലിയ സ്ഫോടനമാണെന്ന് നവമി നേരത്തെ തന്നെ പറഞ്ഞു. പൂരാഘോഷങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ഈ വെടിക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് 24-ന് നടക്കും എന്ന തരത്തിൽ ആളുകൾ അടുത്ത ദിവസങ്ങളിൽ അതിനായുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അതോടൊപ്പം മറ്റ് ഈ പഞ്ചാരിമേളം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ കാണാനും അതൊക്കെ ആസ്വദിക്കാനും വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും അവിടെ പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടെ സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്നത് വലിയൊരു ആശ്വാസം നൽകുന്നു. ആ പ്രദേശത്ത് പക്ഷേ പുകയാണ്. ആളുകൾക്ക് ആ അന്തരീക്ഷത്തിൽ മുഴുവൻ കാഴ്ച തന്നെ മറയുന്ന തരത്തിലേക്കുള്ള പുക ഉയർന്നതിൻ്റെ നമുക്ക് കാണാൻ കഴിയും. പോലീസുണ്ട്, രക്ഷാ സംവിധാനങ്ങൾക്കായി മറ്റാളുകളെല്ലാം അവിടെ ഓടിക്കൂടിയിട്ടുണ്ട്. ആളുകൾ, അതുപോലെ പ്രദേശത്തുള്ള ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും സഹായിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 8 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരം എന്ന് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറി സാമ്പിൾ വെടിക്കെട്ടും എല്ലാ വെടിക്കെട്ടും കാണാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ 26-ന് ആ ഒരു പൂരം കാണാൻ മലയാളി അങ്ങേയറ്റം കൊതിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നവമി, ഇതിൽ ഇനി രക്ഷാപ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായോ? എല്ലാവരെയും ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റെന്തൊക്കെയാണ്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.